നമസ്കാരം ശ്രീല. ഇപ്പോൾ ഇവിടെ നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ ആഭ്യന്തര വകുപ്പിൽ കഷ്ടപ്പെട്ട പോലീസുകാരെയെല്ലാം ചേർത്ത് നിർത്തുകയാണ്. അവരെല്ലാം അങ്ങ് ഉദ്ധരിച്ച് ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ കേരളത്തെ മുഴുവൻ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ. ഇപ്പോൾ PV അൻവർ ആരോപണം ഉന്നയിച്ചവരാരും PV അൻവറിനെതിരെ രംഗത്തെത്തിയിരുന്നില്ല. ഇപ്പോൾ മലപ്പുറം മുൻ SP ശശിധരൻ അൻവർ അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്ന രീതിയിൽ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ ശക്തമായ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിവാക്കിയിട്ടുള്ളത്. സ്വാധീനത്തിന് വഴങ്ങിയിട്ടില്ല, ഒരു തെറ്റിനും കൂട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ വളരെ പരിശുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ശശിധരൻ പറഞ്ഞിട്ടുള്ളത്. PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണല്ലോ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടതൊക്കെ. ശ്രീല എന്ത് കരുതുന്നു ഇപ്പൊ ഈ ശശിധരന്റെ പ്രതികരണത്തെ കുറിച്ച്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അൻവർ കുറേയേറെ ആരോപണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പലർക്കെതിരെയും ഉന്നയിച്ചു. അൻവറിന്റെ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ CPM പോലും ചെവിക്ക് കൊള്ളുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം അൻവർ ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചത് PCCക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയുമായിരുന്നു. ADGP അജിത് കുമാറിനെ ഇതുവരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല. അതുകൂടാതെ ശശിക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്താൽ അത് ശശിക്ക് കൊടുക്കും, ശശി അവിടെ വെച്ചേക്കും എന്നാണ് അന്ന് അൻവർ പറഞ്ഞത്. അടുത്ത ആരോപണമായി പിന്നീട് ADGPയുടെ RSS ബന്ധവും അതും ഇതുമൊക്കെ ബന്ധപ്പെട്ട് പിന്നീട് ചില വിഷയങ്ങളുണ്ടായി. അതിനുശേഷം പിന്നീടും അടുത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടത് റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ അടക്കമുള്ളവർ ആരോപണത്തിന് നിഴലായത്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി നിരവധി പേർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം അൻവർ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാർഗമാണ്. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതാണോ എന്നതിനെ സംബന്ധിച്ച് ഗൗരവകരമായ ചർച്ച സമൂഹത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അൻവറിന്റെ കുറെ ആരാധകരുണ്ടാവും. അൻവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലതിലെങ്കിലും കഴമ്പുമുണ്ടാകും. അതിൽ കഴമ്പില്ല എന്ന് ഞാൻ പക്ഷേ മാർഗവുമായി ബന്ധപ്പെട്ട അൻവർ ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി, ആ വെല്ലുവിളിയൊക്കെ ഒരു സാധാരണ ജനപ്രതിനിധിക്ക് പറ്റിയതാണോ അതോ ഒരു സാധാരണ ഗുണ്ട തെരുവിൽ നിന്ന് വിളിക്കുന്നത് പോലെയാണോ അൻവർ ഈ കാണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവകരമായ വിഷയം നമ്മൾ ആലോചിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനപ്രതിനിധി ഒരു സൂക്ഷിക്കണം. ഒരു ആ മാർഗം സ്വീകരിക്കാതെ അൻവർ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അൻവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞു നോക്കുക, CPMലെ ആരോടെങ്കിലും അത് ഉന്നയിച്ചു നോക്കുക, CPMന്റെ നേതാക്കന്മാർ അത് CPMൽ ചർച്ചയാക്കുന്നത് നോക്കുക, അതിനുശേഷം മുഖ്യമന്ത്രിയോട് പറഞ്ഞു നോക്കുക. മുഖ്യമന്ത്രി ഇനി അത് പറഞ്ഞില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക, പോലീസുകാർക്കെതിരെ പിടിക്കാമല്ലോ, കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ ADGPക്കെതിരെ DGPക്ക് പരാതി നൽകുക. അങ്ങനെ മാർഗങ്ങൾ അൻവറിന് ചെയ്യാമായിരുന്നു. അൻവർ നിയമപരമായ ഒരു മാർഗങ്ങളും ചെയ്യാതെ അൻവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഈ വിവരങ്ങൾ പറയുകയായിരുന്നു. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിലപ്പോകില്ല എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയി കാര്യങ്ങൾ പുറത്തു വന്ന് പറയുന്നത് കൊണ്ടോ ഒരു വെല്ലുവിളി എന്നതിനപ്പുറത്തേക്ക് കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയാണോ അല്ലെങ്കിൽ സമ്മർദ്ദ ശ്രമമാണോ നടത്തുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം തോന്നും. അൻവർ പറഞ്ഞ ചില കാര്യങ്ങളിലെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ഗൗരവം ഉണ്ടായിരിക്കും. ADGPയുമായി ബന്ധപ്പെട്ട് അൻവർ ആദ്യം ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ള ആരോപണങ്ങൾ തന്നെയാണ്. കാരണം ADGPയുടെ സ്വസമ്പാദനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉടായ്പും ചെയ്യാതെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയധികം സ്വത്ത് സമാഹരിക്കാൻ കഴിയില്ല. അത് സാമാന്യ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വിവാദമാക്കിക്കൊണ്ട് വെല്ലുവിളി നടത്തുകയും ചെയ്യുമ്പോൾ അൻവറിന്റെ ഇന്റൻഷൻ സംബന്ധിച്ച് പോലും നമുക്ക് ഒരു ചിന്തകൾ ഉണ്ടാകാം. ആ അൻവറിന്റെ ഇന്റൻഷൻ സംബന്ധിച്ച് ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ എന്താണ് സംഭവിക്കുക, യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോവുകയോ അല്ലെ യഥാർത്ഥ വിഷയങ്ങളെ ലഘൂകരിക്കാനുള്ള ശ്രമവും ഒക്കെ ജനങ്ങളിടയിൽ നിന്നും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും സമൂഹത്തിനിടയിൽ നിന്നും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെയും അത് തന്നെയാണ് ഭവിച്ചിട്ടുള്ളത്. അൻവർ പല വിഷയങ്ങളും ഗൗരവപരമായി പറയുന്നു, അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രി എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മയപ്പെട്ട അൻവറിനെ കാണുന്നു. അതിനുശേഷം അൻവർ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ വീണ്ടും അൻവർ ക്രുദ്ധനാകുന്നു. അൻവറിനെതിരെ ഏതെങ്കിലും മാധ്യമങ്ങളടക്കം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരെ തെറിവിളിക്കുന്നു, നിരീക്ഷകരെ തെറിവിളിക്കുന്നു. അത്തരത്തിലുള്ള അതും വളരെ മോശകരമായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പറയാമോ? അങ്ങനെ ഒരാൾ ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ
ഒരു സുഖകരമല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് അൻവർ പോകുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഇന്റൻഷൻ സംബന്ധിച്ച് പോലും ഇപ്പോ നമുക്ക് ചില തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും. അവിടെയാണ് ഈ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ അടക്കമുള്ളവർ, ബെന്നി അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രസക്തി. നേരത്തെ ബെന്നി ഉന്നയിച്ചത് ഒരു ചാനലുകാർക്കെതിരെയാണെങ്കിൽ ഇപ്പോൾ ഡിവൈഎസ്പി ഉന്നയിക്കുന്നത് അൻവറിനെതിരെയാണോ എന്ന സംശയം നമുക്ക് തോന്നുക സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. നിരവധിയുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ആരും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുമല്ല. നേരത്തെ ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ, അത് ആ അറിയേണ്ടതാണ്. പോലീസിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നുമൊക്കെയാണ് നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് അറിയേണ്ടത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഏതെങ്കിലും ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളാണോ എന്നതിനെ സംബന്ധിച്ച് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പരാതിയുമായൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു എന്ന് വരുന്നു. അത് മാത്രമല്ല, അൻവർ ചെയ്ത മറ്റൊരു ഗുരുതരമായ ഒരു കൃത്യം എന്ന് പറയുന്ന ഫോൺ ചോർത്തലാണ്. അൻവറിന് അങ്ങനെ ഫോൺ ചോർത്താനുള്ള ഒരു അവകാശവുമില്ല. അത് സംബന്ധിച്ച് എനിക്കൊന്ന് വി മുരളീധരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കല്ല പരാതി കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് വി മുരളീധരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കോടതിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയം പരാതിയായി വരേണ്ടത്. കാരണം ഏറ്റവും ഗുരുതരം ഒരു വ്യക്തിയുടെ പ്രൈവസിയിലേക്കോ ഒരു സംവിധാനത്തിന്റെ പ്രൈവസിയിലേക്കോ ഒന്നും കടന്നു കയറാൻ അൻവറിന് ഒരു അവകാശവുമില്ല. ഫോൺ ചോർത്തുന്നത് തന്നെ അങ്ങനത്തെ അത്തരത്തിൽ അത് ഡിവൈഎസ്പിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന് മാത്രമേ ഫോൺ ചോർത്താനുള്ള അധികാരമുള്ളൂ. അത് ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ അടക്കമുള്ളവ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഫോൺ ചോർത്താനുള്ള, അല്ലെങ്കിൽ തീവ്രവാദവും ഫോൺ ചോർത്താനുള്ള അനുവാദമുണ്ട് എന്ന് പറയുന്നത് ആരാണ്? അന്നത് പല കോൾ റെക്കോർഡുകൾ തന്നെയുണ്ട്, ഫോൺ ഉണ്ട് എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇനി അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമൂഹത്തിന് നൽകുന്ന, അദ്ദേഹം അത് പറയരുതായിരുന്നു, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് ആർക്കും എന്തും ചെയ്യാം, അതായത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക്, പോലീസിംഗ് സംവിധാനത്തിന്, ആഭ്യന്തര വകുപ്പിന് ഒക്കെ ഒരു വിലയില്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശമാണ് അൻവർ നടത്തിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അഥവാ ഗൗരവകരമായാണ് അൻവർ ഫോൺ ചോർത്തിയതെങ്കിൽ അതിൽ ആരാണ് ചോർത്താൻ അൻവറിനെ സഹായിച്ചത്, ആ വിഷയങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കാലത്ത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരിക്കെ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതുമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഇപ്പൊ ഏതായാലും ഈ പോലീസ് ഓഫീസർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ശ്രീല, ഇപ്പൊ അൻവറിന്റെ ഈ ആരോപണങ്ങളും അത് തുടർന്നുള്ള നടപടികളും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ. പക്ഷെ അത് ആരാണ് ആ മീൻ പിടിക്കുന്നത്? അൻവറാണോ, മുഖ്യമന്ത്രിയാണോ, അതോ മറ്റാരെങ്കിലും ആണോ? ശ്രീലയ്ക്ക് എന്താ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇതിനകത്ത് രണ്ടു തരത്തിൽ ഈ വിഷയത്തെ കാണാം. ഒന്നുകിൽ അൻവർ ഏതോ കാര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ വശംവദനാക്കാനുള്ള ശ്രമം നടത്തുന്നു. രണ്ട്, അല്ലെങ്കിൽ അൻവറിന്റെ പിറകിൽ CPM-ലെ തന്നെ ഒരു വലിയ വിഭാഗമുണ്ട്. അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ നമ്മുടെ പി ശശിയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളാണ്. അതിലൂടെ ADGP അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നു. ഇവർ മൂന്നുപേരും ഒരു ഫോക്കസ് പോലെ ഏതാണ്ട് അടുത്ത ബന്ധമുള്ളവരാണ്. അതിലേക്ക് RSSനെ കൂടി വെറുതെ വലിച്ചഴിച്ച് RSSന്റെ മേധാവിയെ കണ്ടത് ഒരു വ്യക്തിപരമായ സംഭവം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പിണറായി വിജയന് വേണ്ടി RSS മേധാവിയെ കാണാൻ ഈ ഒരു അജിത് കുമാർ പോയാൽ മതിയോ എന്ന ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു NGO-യുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന രണ്ടാമത്തെ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കാണാൻ പോകേണ്ട ഒരാളല്ല. വ്യക്തിപരമായി നമുക്ക് അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട്, കാരണം RSS എന്ന് പറയുന്ന സംഘടന സംവിധാനത്തിൽ വ്യക്തിപരമായി നമുക്ക് അദ്ദേഹത്തെ കാണാം. പക്ഷെ ഒരു വിഷയം സംസാരിക്കാൻ പോകുമ്പോൾ RSSനൊക്കെ അതിന്റെ ഒരു കേഡർ സംവിധാനമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ തന്നെ ആ കേഡർ സംവിധാനം അനുസരിച്ച് ഒരാളോട് സംസാരിക്കണമെങ്കിൽ അത്രയും വലിയ ആൾ, അല്ലെങ്കിൽ അത്രയും മികച്ച ഒരാൾ തന്നെ ആയിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാനാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അത് RSSുമായി ബന്ധപ്പെട്ടല്ല സംസാരിക്കേണ്ടത്. അത് മാത്രമല്ല, RSSന് അത്തരം വിഷയങ്ങളൊന്നും ഇടപെടുന്ന ഒരു ചരിത്രവും പാരമ്പര്യവും ഒന്നുമില്ല. RSS അങ്ങനത്തെ ഒരു സംഘടനയുമല്ല. RSSനെ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണം ആദ്യഘട്ടത്തിൽ ജെനുവിൻ ആണെന്ന് തോന്നുമായിരുന്നുവെങ്കിലും അൻവർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇപ്പൊ P ജയരാജൻ എന്ന് പറയുന്ന മറ്റൊരു സംഭവം, തീവ്രവാദത്തെ കുറിച്ച് ഇപ്പോഴാണോ P ജയരാജനെ നേരം വെളുത്തത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വേരോട്ടം ഉണ്ടായിട്ടുണ്ട്, IS റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നൊക്കെ പറയുന്നു. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്ന സമയത്ത് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അട്ടഹാസ്യം നമ്മൾ കണ്ടതാണ്. അപ്പോ മാധ്യമപ്രവർത്തകരുടെ അട്ടഹാസം, ആ എന്തൊരു വലിയ അട്ടഹാസമായിരുന്നു മാധ്യമപ്രവർത്തകർ. കേരള സ്റ്റോറി, ഞങ്ങളുടെ സ്റ്റോറി യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറിയാണ് എന്ന് നമുക്ക് എവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെ ഇല്ല എന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കൺമുമ്പിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയാം. തിരുവനന്തപുരത്ത് ഞാൻ തന്നെ ജോലി ചെയ്തിരുന്ന കാലത്ത്, ഏതാണ്ട് ഒരു 2010 മുതൽ ഞാൻ തൃശ്ശൂർ അടക്കം ജോലി ചെയ്തിരുന്ന കാലത്ത് പല ആൾക്കാരും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയും അത്തരത്തിലുള്ള വിഷയങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ചില കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് KMCT കോളേജിൽ പഠിച്ചിരുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഒരു മന്ത്രിയുടെ ബന്ധുവായ ഒരാൾ ഇത്തരത്തിൽ ഉപയോഗിച്ചതും അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു ലവ് ജിഹാദ് മോഡൽ തന്നെ അത്തരത്തിലൊരു ശ്രമം ഉണ്ടായത് ആ പെൺകുട്ടിയെ വളരെ
കാലം രക്ഷിക്കുകയും ആ പെൺകുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാതെ തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ രണ്ട് വിഷയങ്ങളിൽ ഞാൻ തന്നെ സജീവമായി ഇടപെട്ടിട്ടുള്ള രണ്ട് വിഷയങ്ങൾ എന്റെ മുന്നിലുണ്ട്. അത് നമുക്കറിയാം. ശംഖുപോത്ത് DCP ആയിരുന്ന അന്നത്തെ ജവഹർ ജനാർദ്ദൻ അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അയാളെ അറസ്റ്റ് നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുക ചെയ്ത കാര്യങ്ങളൊക്കെ ആ വിഷയത്തിലൊക്കെ സജീവമായി ഇടപെട്ടുള്ള ഒരാളാണ്. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് രണ്ട് അനുഭവം അത്തരത്തിൽ എന്റെ വ്യക്തിപരമായി ഞാൻ രണ്ട് പെൺകുട്ടികളെ അത്തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. നിരവധി പെൺകുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ മകൾ, അവർ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് പോകുന്ന ഹോസ്റ്റലിൽ നിന്ന് ആ പെൺകുട്ടിയെ കാണാതാവുകയും പിന്നീട് ആ പെൺകുട്ടിയെ പോയി സത്യസരണിയിൽ കാണേണ്ടി വരികയും ചെയ്ത അവസ്ഥ ആ ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞ് കരയുകയും വാർത്ത ചെയ്യാനായി എന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിശ്ചയത്തിന്റെ ആൽബം അടക്കം നിശ്ചയം വരെ ഒരു സമയത്തും ഒരു പ്രശ്നം ഉണ്ടാകാത്ത പെൺകുട്ടി ഡ്രസ്സ് എടുക്കാനായി പോകാൻ വിളിക്കുമ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണാതായ വിവരം അറിയുന്നത്. അതിന്റെ തലേ ദിവസമാണ് കാണാതാകുന്നത്. ആ പെൺകുട്ടിയെ പെട്ടെന്ന് സത്യസരണയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, ഇത്തരം ശ്രമങ്ങൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. IS റിക്രൂട്ട്മെന്റ് അടക്കമാണ് നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ മുന്നിലല്ലേ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ വന്ന് കരഞ്ഞതും സുപ്രീം കോടതി വരെ കേസ് നടത്തിയ അശോകൻ എന്ന അച്ഛന്റെ ഒരു ദുര്യോഗവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടും പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ പുരോഗമനവാദികൾ തന്നെയാണ്, ഇവർ തന്നെയാണ്, CPM-കാർ തന്നെയാണ് അത്തരം ഒരു സംഭവമില്ല എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടി, ഈ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടി ഇതെല്ലാം കൂടി ആകെ കൂടിക്കുഴഞ്ഞൊരു അവസ്ഥയിലേക്ക് CPM എത്തിയിട്ടുണ്ട്. CPM വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ, അതോ ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് ആരാണ് അന്വേഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ആരാണ് ഇത് അന്വേഷിക്കുക, എങ്ങനെയാണ് ഇതിലൊരു സത്യസന്ധമായ അന്വേഷണം നടക്കുക, എന്താണ് അൻവറിന്റെ ഇന്റൻഷൻ എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരിയാണോ എന്ന് കണ്ടെത്തുക, ഇതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. ഏതായാലും പോകെ ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. ഉറപ്പില്ല എങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ഒരു നിഗമനത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുമായിരിക്കും എന്ന് ഇപ്പൊ പറയാൻ കഴിയും. അതെ, അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അൻവർ പറഞ്ഞതാണോ ശരി, അതെ ശശിധരൻ പറഞ്ഞതാണോ ശരി എന്നുള്ളത് നമുക്ക് വ്യക്തമായേക്കും. നന്ദി ശ്രീല.